ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ മറ്റൊരു പുതിയ യൂണിറ്റാണ് കേട്ടോ. നമ്മൾ 6ാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 6ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് നോക്കിക്കേ, ലിവിങ് സേഫ്ലി എന്നതാണ് അല്ലേ. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സുരക്ഷിത ജീവിതം എന്നതാണ് കേട്ടോ, സുരക്ഷിത ജീവിതം. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇതിൽ വരുന്ന ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. മുന്നേയുള്ള പോർഷൻസും അതുപോലെ നന്നായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് മക്കൾ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. നോക്കിക്കുക മക്കളെ, നമുക്ക് ഫസ്റ്റ് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. നോക്കിക്കേ, അവിടെ ഒരു ടീച്ചറും അതുപോലെ തന്നെ കുട്ടികളെല്ലാം കൂടി അവിടെ എന്ത് ചെയ്യാണ്, അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ മക്കളെ, എന്താണ്, ദ ടീച്ചർ എൻറ്റേർഡ് കുട്ടൻസ് ക്ലാസ് വിത്ത് എ ന്യൂ ഗെയിം. ഷീ ആൻഡ് ദി സ്റ്റുഡൻറ്റ് സാങ് എ സോങ് ആൻഡ് ഡാൻസ് ടുഗദർ ഇൻ ട്യൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഒരു പുതിയ കളിയുമായിട്ടാണ് കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് ടീച്ചർ എത്തിയിട്ടുള്ളത്. അങ്ങനെ ടീച്ചറും കുട്ടികളും എന്ത് ചെയ്തതാണ്, ചേർന്ന് പാട്ടുപാടി താളത്തിൽ കളിച്ചു തുടങ്ങി. അപ്പോൾ അവർ പാടിയിട്ടുള്ള പാട്ടാണ് നമുക്ക് അവിടെ തന്നത് കേട്ടോ. നോക്കിക്കേ, വെൻ വൺ ഫിംഗർ ഷേക്സ്, വെൻ ഇറ്റ് ഷേക്സ് ഇറ്റ് ഷെൽഫ്, let's dance, sing and play. When one finger, two fingers shake, when they shake themselves, let's dance, sing and play. നോക്കിക്കേ മക്കളെ, എന്താണ് പറഞ്ഞത്, ഒരു വിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. ഒരു വിരൽ ഇരുവിരൽ ആടുമ്പോൾ തന്നെ ആടാം പാടാം കളിയാടാം. അപ്പം ഇതിലേക്ക് കൂടുതൽ വരികൾ ചേർത്ത് പാട്ട് പാടിയിട്ട് നമുക്കും കളിച്ചാലോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ കൂടുതൽ വരികൾ ചേർത്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരുമൊക്കെ എത്തിയിട്ട് നിങ്ങളും ടീച്ചറൊക്കെ ആയിട്ട് ഗെയിം കളിക്കും കേട്ടോ. അപ്പോൾ അത് മക്കൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കൂട്ടുകാർക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. നോക്കിക്കേ മക്കളെ, വാട്ട് ആർ ദി ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്സ്. എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദി ഗെയിംസ് ദാറ്റ് യു പ്ലേ ഇൻ ഗ്രൂപ്പ്സ്. അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളുള്ളത് മക്കളെ. നോക്കൂ, നമുക്കവിടെ ഒരുപാട് കളികളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കളികളുടെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു കളി മക്കൾക്കാരോ എന്താണ് മക്കളെ, നമ്മൾ കുളം കര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. കുളം കര നമ്മൾ കളിക്കാറുണ്ട്. പിന്നെയോ മക്കളെ, ഇത് ഏതാണ് കളി, ഹൈഡ് ആൻഡ് സീക്ക് ആണ് അല്ലേ, ഒളിച്ച് കളിയാണ്. പിന്നെ ഇത് ഏതാണ് മക്കളെ കളി, ഗോലി കളിക്കാണ് അല്ലേ. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എത്ത് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളികളാണ് അല്ലേ. പിന്നെ ഏതൊക്കെ കളികളുണ്ട് മക്കളെ, ഫുട്ബോൾ നമ്മൾ കളിക്കാറുണ്ട്, ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളിയാണ്. പിന്നെയോ നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടല്ലേ, അതും എന്താണ്, ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കളിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം മക്കൾക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക്, ഇതൊക്കെയാണ് മക്കൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഡു യു നോ ദി ഗെയിം ഷോൺ എബോ. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ ചേർന്ന് കളിക്കുന്ന കളിയാണ് അല്ലേ. കുളങ്കര എന്ന് പറയുന്ന ഈ ഒരു കളി മക്കൾ കളിക്കാറുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഒളിച്ചു കളിയില്ലേ, ഹൈഡ് ആൻഡ് സീക്ക് നമ്മൾ കളിക്കാറുണ്ട്, ഗോലി നമ്മൾ കളിക്കാറുണ്ട് അല്ലേ. അപ്പം മക്കളത് ചോദിച്ച ചോദ്യം ഇതാണ്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഗെയിംസ് വിച്ച് ആക്റ്റീവ് ഫിസിക്കൽ മൂവ്മെൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ഓടിച്ചാടി കളിക്കുക അല്ലെ. നമ്മളിപ്പോൾ ഫോണിലൊക്കെ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ, നമ്മൾ ഓടിച്ചാടി നമ്മുടെ ശരീരത്തിന് ഒരു അനക്കം സംഭവിക്കുന്നുണ്ടോ, ഇല്ല അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ള കളികളിലൊക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ, നമുക്കൊരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, നമ്മുടെ ശരീരം ഇളകിക്കൊണ്ട് കളിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കളികൾ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്താണ്, ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ. ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കായിക ശേഷി എന്തെയും കൂടും അല്ലേ, കായിക ശേഷി എന്തെയും കൂടും. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഉള്ളത് നോക്കിക്കേ. ഒന്ന് നമുക്ക് അവിടെ പറഞ്ഞു അല്ലേ, ഇംപ്രൂവ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞു, നമ്മുടെ കായിക ശേഷി എന്ത് ചെയ്തുകൊണ്ട്
കൂടുന്നുണ്ട്. പിന്നെയോ മക്കളെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ? ഏബിൾ ടു ജോയിൻ ദി ഗ്രൂപ്പ് അല്ലേ, ഏബിൾ ടു ജോയിൻ ദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്ക് സംഘം ചേരാനായിട്ടുള്ള ഒരു കഴിയുന്നില്ല. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു ഫോണിലൊക്കെ ഗെയിം കളിക്കുന്ന നമ്മളും ആ ഒരു ഫോൺ മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കളികളൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരുടെയും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അല്ലേ, അത് നമുക്കൊന്ന് പറ്റും. പിന്നെ ഗെറ്റിംഗ് എക്സസൈസ് അല്ലേ, അതായത് വ്യായാമം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്ന സമയത്തേ നമുക്ക് കൂടുതൽ വ്യായാമം നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്നൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എക്സസൈസ് അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല അല്ലേ. പിന്നെ നോക്കിക്കേ, ലീഡർഷിപ്പ് സ്കിൽസ് ആർ ഫോംഡ് അല്ലേ, നേതൃത്വ ഗുണം രൂപപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ അതിൽ ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ ഒരു ലീഡറെ പോലെ നിന്ന് കൊണ്ടിട്ട് മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് പാടില്ല, ഇന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് 4, ഈ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് 6 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരില്ല, എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് നിയന്ത്രിക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടാകും, ഒരു ലീഡർഷിപ്പ് സ്കിൽസ് നമ്മളിൽ എന്ത് ചെയ്യും, രൂപപ്പെടും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ ഈസ് ഫോംഡ് അല്ലേ, അതായത് നമുക്കൊരു സഹകരണ മനോഭാവം ഉണ്ടാകും. അതായത് മറ്റുള്ള കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സഹകരിച്ച് മുന്നോട്ട്, അതായത് അവർ പറയുന്ന അഭിപ്രായം കൊണ്ട് നമ്മൾ യോജിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുക, അങ്ങനെയുള്ളൊരു സഹകരണ മനോഭാവം നമ്മളിൽ രൂപപ്പെടും. പിന്നെ അതുപോലെ തന്നെ ലവ് ആൻഡ് ഇൻറ്റിമസി ആർ സ്ട്രെങ്തൻഡ്, അതായത് സ്നേഹവും അടുപ്പവും ശക്തിപ്പെടുന്നു അല്ലേ. നമ്മൾ ഇപ്പം ഒരുപാട് കൂട്ടുകാരോടൊപ്പം ഒന്നിച്ച് ചേർന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവരോടൊരു അടുപ്പമൊക്കെ ഉണ്ടായിരിക്കും മക്കളെ, അവരോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ നോക്കിക്കേ, ഏബിൾ ടു ഫോർമുലേറ്റ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ് അല്ലേ, അതായത് പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നു അല്ലേ. നമ്മളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് നമ്മുടേത് മാത്രമാവോ? ഇല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി, എല്ലാ മെമ്പേഴ്സും കൂടി എന്ത് ചെയ്യും, അത് ഏറ്റെടുത്ത് നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യും, അതിനൊരു പരിഹാരമൊക്കെ കാണും അല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് അത് നമ്മളെല്ലാവരും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യും, അതിനൊരു പരിഹാരം ഉണ്ടാക്കും അല്ലേ. നിങ്ങളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ പരിഹരിക്കാറുള്ളത്. ഓക്കെ, ദെൻ നോക്കിക്കേ, ഇൻക്രീസ് തിങ്കിങ് പവർ അല്ലേ, നിങ്ങളുടെ ചിന്താശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലത്തെ ഡിസിപ്ലിൻ ഈസ് പ്രാക്ടീസ്ഡ് അല്ലേ, അച്ചടക്കം നിങ്ങൾ എന്ത് ചെയ്യും, ശീലിക്കും. അതുപോലെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫോളോയിങ് ദി റൂൾസ് ഈസ് ബോൺ അല്ലെ, നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു മനോഭാവം ജനിക്കും. നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിലുള്ള റൂൾസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒബേ ചെയ്യൂ അല്ലേ. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഘകളികളിലൂടെ നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ അത് മലയാളം മീഡിയക്കാർക്കുള്ളത് കൃത്യമായിട്ട് അവിടെ വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഘം ചേരാൻ കഴിയുന്നു, വ്യായാമം ലഭിക്കുന്നു, നേതൃത്വ ഗുണം രൂപപ്പെടുന്നു, സഹകരണ മനോഭാവം രൂപപ്പെടുന്നു, സ്നേഹവും അടുപ്പവും ശക്തിപ്പെടുന്നു, പ്രശ്ന പരിഹാര മാർഗ്ഗങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്നു, ചിന്താശക്തി വർദ്ധിപ്പിക്കുന്നു, അച്ചടക്കം ശീലിക്കുന്നു, നിയമങ്ങൾ പാലിക്കുന്ന മനോഭാവം ജനിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, വാട്ട് ആർ ദി അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് എന്നാണ് ചോദിച്ചത്. വാട്ട് ആർ ദി അതർ തിങ്സ് ദാറ്റ് ഹെൽപ്പ് അസ് മെയിൻറ്റെയിൻ അവർ ഹെൽത്ത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നോക്കിക്കേ, നമ്മുടെ മലയാളം മീഡിയത്തിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മളിപ്പം പറഞ്ഞില്ലേ, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റ് അല്ലേ, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, നല്ല കളികളിലൊക്കെ നമ്മുടെ ശരീരം അനങ്ങുന്ന രീതിയിലുള്ള ഗെയിമുകളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെന്താണ് മക്കളെ, ഒന്ന് നോക്കിക്കേ, നമുക്ക് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലേ, നല്ല ഭക്ഷണശീലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് സ്ലീപ്പ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താവും മക്കളെ, നമ്മുടെ നല്ലൊരു ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് മക്കളെ, ഇവിടെ നോക്കിക്കേ, പ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ, അതായത് ന്യൂട്രീഷ്യസ് ആൻഡ് ഓൺലി നെസസറി ഫുഡ് അറ്റ് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരിയായ ഭക്ഷണശീലം അല്ലേ, അതായത് നമുക്ക് തോന്നിയ സമയത്ത് ആഹാരം കഴിച്ചാൽ മതിയോ മക്കളെ, തോന്നിയ സമയത്തല്ല നമ്മൾ കഴിക്കേണ്ടത്, എന്താണ്,
കൃത്യമായ സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ട് അല്ലേ, കൃത്യസമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം മക്കൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോഷക സമ്പുഷ്ടമായിട്ടുള്ളത് വേണം കഴിക്കാനായിട്ട് അല്ലേ. എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കൃത്യസമയത്താണ് ഞാൻ കഴിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് തോന്നിയ പോലെ എന്തെങ്കിലും ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അതുകൊണ്ട് കാര്യമുണ്ടോ? പോരാ. കൃത്യസമയത്തും അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടമായതുമായിട്ടുള്ള ആഹാരങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട് അല്ലേ, എങ്കിലേ നമ്മൾ ഹെൽത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുള്ളൂ. ദെൻ നോക്കിക്കേ, അഡിക്വേറ്റ് സ്ലീപ്പ് മിനിമം 9 hours ഫോർ ചിൽഡ്രൻ അല്ലേ, അതായത് ആവശ്യത്തിനുള്ള ഉറക്കം. കുട്ടികൾക്ക് കുറഞ്ഞത് 9 മണിക്കൂർ അല്ലേ, മുതിർന്നവരാണെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂർ, ഒരു 7-8 മണിക്കൂർ വരെ എന്ത് ചെയ്യണം, ഉറങ്ങണം. ദെൻ നോക്കിക്കേ, ഡ്രിങ്ക് ഇനഫ് വാട്ടർ, അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആവശ്യത്തിന് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. പിന്നെ പ്രോപ്പർ ഹൈജീൻ ഹാബിറ്റ്സ് അല്ലേ, ശരിയായ ശുചിത്വ ശീലങ്ങൾ വേണം. നമ്മൾ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? കൃത്യസമയത്ത് ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്, പോഷക സമ്പന്നമായിട്ടുള്ള ആഹാര സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്, ഇത് മാത്രമായ നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ മക്കളെ? അല്ല. നമുക്ക് എന്തും വേണം, ശരിയായ ശുചിത്വ ശീലങ്ങൾ വേണം. അതുപോലെ തന്നെ നമ്മൾ ലഹരി വസ്തുക്കളുടെ വർജനം അല്ലേ, നമ്മൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുന്നുണ്ടോ? ഇല്ല. അത്തരം വസ്തുക്കളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയുന്നത് നോക്കിക്കേ. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ആക്റ്റീവ് ഗ്രൂപ്പ് ഗെയിംസ് ആൻഡ് സഫിഷ്യൻറ്റ് സ്ലീപ്പ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഹെൽത്ത് ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും അതുപോലെ തന്നെ കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ മക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ മനസ്സിനൊക്കെ നല്ല ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഭക്ഷണശീലം വേണം. അതുപോലെ തന്നെ നമ്മൾ എന്തിനും മറ്റുള്ളവരുമായിട്ടൊക്കെ സംഘകളികളിലൊക്കെ ഏർപ്പെടണം. അതുപോലെ തന്നെ നല്ല ഉറക്കമൊക്കെ നമുക്ക് എന്ത് വേണം, പ്രധാനമാണ്. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ഭാഗത്തോട്ട് പോകാൻ നോക്കിക്കേ. അവിടെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ പറയുന്നത് കേട്ടോ. നോക്കിക്കുക മക്കളെ, എന്തൊക്കെയാണ്. വാട്ട് ആർ ദി ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ ഹൗ ഡു സ്ലീപ്പ് ഹാബിറ്റ്സ് അഫക്റ്റ് അവർ ഹെൽത്ത്, ദെൻ വെൻ ഷുഡ് വി go to bed, how long should we sleep, if we don't practice good sleep habits, what health problems will we face, prepare a short note by gathering information from healthcare professionals about these issues എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഉറക്കം എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കേണ്ടത്, എത്ര സമയം ഉറങ്ങണം, ശരിയായിട്ടുള്ള രീതിയിൽ ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ഇക്കാര്യങ്ങളെ പറ്റി ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയൊരു നോട്ട് ഇപ്പോൾ അവിടെ പറഞ്ഞു അല്ലേ. എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായിട്ടുള്ള ഭക്ഷണശീലവും അതുപോലെ തന്നെ കൂട്ടുചേർന്നുള്ള കളികളൊക്കെ ആവശ്യത്തിന് ഉറക്കമൊക്കെ എന്താണ്, ആവശ്യമാണ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കുട്ടികളാണെങ്കിൽ ഏകദേശം എത്ര സമയം ഉറങ്ങണം, ഒരു 9 hours ഉറങ്ങണം. ഒരു വലിയ ആളുകളൊക്കെ ആണെങ്കിൽ 7 to 8 hours എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഉറങ്ങണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് ചെറിയൊരു നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഭാഗത്തിലേക്ക് വരുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മുടെ ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എപ്പോഴും കണ്ടുവരാറുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് അല്ലേ, കാലാവസ്ഥയും അതുപോലെ തന്നെ വസ്ത്രങ്ങളും. നോക്കിക്കേ, ദ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് സം ബുക്സ് ടു സ്റ്റുഡൻസ് ഫ്രം ദി സ്കൂൾ ലൈബ്രറി. ലുക്ക് അറ്റ് ദി പിക്ചർ ഓൺ ദി കവർ ഓഫ് ദി ബുക്ക് ദാറ്റ് കുട്ടൻ ഗോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് എന്ത് ചെയ്തു, പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രം നോക്കുക. ഇതാണ് നമ്മുടെ കുട്ടന് കിട്ടിയിട്ടുള്ള പുസ്തകം. അതിലെ പുറംചട്ടയിലുള്ള ചിത്രം നോക്കാനാണ് മക്കളടുത്ത് പറഞ്ഞത് കേട്ടോ. നോക്കിക്കേ, എന്നിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി സ്പെഷ്യൽ അബൌട്ട് ദി ക്ലോത്ത് വോൺ ബൈ ദി ചൈൽഡ് ഇൻ ദി പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ആ ഒരു ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പ്രത്യേകതയാണുള്ളത് മക്കളെ, ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് മക്കളെ, നമ്മൾ എവിടെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കണ്ടിട്ടുള്ളത്?
കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് ആളുകൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുക, വസ്ത്രം ധരിക്കുക അല്ലേ. ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുക അല്ലേ. നമ്മൾ മഞ്ഞൊക്കെ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ഇങ്ങനെയായിരിക്കും വസ്ത്രങ്ങൾ ധരിക്കുക അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് മക്കളെ? അവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ് അല്ലേ. നല്ല തണുപ്പ്, നല്ല മഞ്ഞുള്ള സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന നോർമൽ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിൽക്കാനായിട്ട് കഴിയോ? ഇല്ല അല്ലേ. നമ്മളെ ശരീരത്തിനെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മക്കൾ ഓർത്തിരിക്കുക. പിന്നെ നമ്മോട് ചോദിക്കുന്നുണ്ട് തുണിത്തരങ്ങളെല്ലാം ഒരുപോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം. നോക്കിക്കേ, അതിൽ ഫസ്റ്റ് മക്കളടുത്ത് ചോദിക്കുന്നത് ഹൗ മെനി കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് ഡു യു നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതെല്ലാം തുണികളെ കുറിച്ച് അറിയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പരുത്തി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പരുത്തി എന്ന് പറയുന്നതാണ് കോട്ടൺ, അതുപോലെ തന്നെ പോളിസ്റ്റർ അല്ലേ. കോട്ടൺ, പോളിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള തുണിത്തരങ്ങളാണ് അല്ലേ, ഫാബ്രിക്സ് ആണ്. പിന്നെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന തുണിത്തരങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾക്ക് അറിയാം? നോക്കിക്കേ, ഒരുപാട് തരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട് അല്ലേ. കുറേയൊക്കെ കൂട്ടുകാർക്കറിയാം, ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒന്ന് നമ്മൾ പറഞ്ഞു പരുത്തിയിലെ കോട്ടൺ. എന്താണ്? നമ്മുടെ ലോകത്ത് വ്യാപകമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രകൃതിദത്ത നാരാണ് ഈ പരുത്തി, കോട്ടൺ എന്ന് പറയുന്നത്. ഇത് മിസ് ജസ്റ്റ് അതെന്താ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മക്കൾ എന്ത് ചെയ്യുക, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഈ നാരുണ്ടാക്കുന്ന ചെടിയെയും പരുത്തി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെയുള്ളതൊന്ന് ലിനൻ ആണ് കേട്ടോ. ലിനൻ എന്ന് പറയുന്നത് ചെറുചണ എന്ന സസ്യത്തിൻ്റെ നാരുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു തരം തുണിയാണ് ലിനൻ എന്ന് പറയുന്നത്. വളരെ ശക്തവും ഈർപ്പം ആഗിരണം ചെയ്യപ്പെടുന്നതുമായ ലിനൻ തുണികൾ പരുത്തിയേക്കാൾ വേഗത്തിൽ ഉണങ്ങുന്ന തുണികളാണ്. അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ കാരണം ചൂടുള്ള കാലാവസ്ഥയിൽ ലിനൻ ധരിക്കാൻ സുഖകരമാണ് കേട്ടോ. ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് ലിനൻ തുണികൾ ധരിക്കാൻ സുഖമാണ്. ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ചുളിവുകൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സിൽക്കാണ്. അത് മക്കൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അല്ലേ. പട്ടുനൂൽ പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഡംബരവും പ്രോട്ടീൻ അധിഷ്ഠിതവുമായിട്ടുള്ളൊരു തുണിയാണ്. ഭയങ്കര വിലയാണ് നമ്മുടെ പട്ട് സിൽക്ക് തുണികൾക്കൊക്കെ. അതെന്താണ്? പട്ടുനൂൽ പുഴുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തുണിത്തരാണ് കേട്ടോ. നമുക്ക് ദെൻ കമ്പിളി, അതും നമുക്ക് അറിയാവുന്നതാണ്, വൂൾ എന്ന് പറയും അല്ലേ. ചെമ്മരി ആടുകൾ മറ്റ് മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നതാണ് കമ്പിളി. ഒരു ചൂടുള്ള ഇൻസുലേറ്റിംഗ് തുണിത്തരമാണ് അല്ലേ. ഒരു ചൂടുള്ള, നമുക്ക് കുറച്ച് ചൂടിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ കമ്പിളി പുതപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ദെൻ ആണ് നോക്കിക്കേ, ഹെമ്പ് എന്ന് പറയുന്നത് ചണച്ചെടിയുടെ നാരുകളിൽ നിന്ന് നിർമ്മിക്കുന്ന സുസ്ഥിരവും മോടിയുള്ളതുമായിട്ടുള്ള തുണിയാണ് ഹെമ്പ് എന്ന് പറയുന്നത്. ദെൻ പോളിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. മനുഷ്യനിർമ്മിതവും പരിപാലിക്കാൻ എളുപ്പവും പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഈട് നിൽക്കുന്നതുമായിട്ടുള്ള തുണിത്തരങ്ങളാണ് ഈ പോളിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പിന്നെ വരുന്നത് നൈലോൺ ആണ്. നൈലോൺ എന്ന് പറഞ്ഞാൽ ശക്തവും ഭാരം കുറഞ്ഞതും ഉരച്ചിലിനെ പ്രതിരോധിക്കുന്നതുമാണ് ഈ നൈലോൺ തുണിത്തരം എന്ന് പറയുന്നത്. പിന്നെ ടെറി കോട്ടൺ ആണ്. ടെറി കോട്ടൺ എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ വെള്ളം ആഗിരണം ചെയ്യാൻ കഴിയുന്ന നൂലിൻ്റെ നീണ്ടു നിൽക്കുന്ന ലൂപ്പുകൾ കൊണ്ട് നെയ്ത ഒരു തുണിത്തരമാണ് കേട്ടോ ടെറി കോട്ടൺ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ലാസ്റ്റ് വൺ സാറ്റിൻ ആണ്. ഒരു ഔപചാരിക വസ്ത്രങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന മിനുസമാർന്നതും തിളക്കമുള്ളതുമായിട്ടുള്ള തുണിയാണ് ഈ സാറ്റിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ആക്രിലിക് ഉണ്ട് കേട്ടോ. ആക്രിലിക് എന്ന് പറഞ്ഞാൽ കമ്പിളിയുടെ രൂപവും ഭാവവും അനുകരിക്കുന്ന മൃദുവായിട്ടുള്ള ഒരു ചൂടുള്ള ടൈപ്പ് തുണി തന്നെയാണ് ഈ ആക്രിലിക് തുണി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ വെൽവെറ്റ് ആണ്. വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആഡംബരവും മൃദുവും മിനുസമാർന്നതുമായിട്ടുള്ള തുണിത്തരമാണ് വെൽവെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ പല ഡ്രസ്സുകളും ഈ വെൽവെറ്റ് ക്ലോത്തിൽ വരുന്നതുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ, തുണിത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂട്ടുകാർക്ക് പരിചയമുള്ളതും അതുപോലെ തന്നെ ആദ്യമായിട്ട് മക്കൾ കേൾക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും. എല്ലാത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നോക്കിക്കേ, വാട്ട് ഫ്യൂച്ചർ ഷുഡ് ദി ക്ലോത്ത് ദാറ്റ് വി വെയർ ഡ്യൂറിങ് ദി സമ്മർ ഹാവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ലി അല്ലേ. ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ലി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം അല്ലേ. നമ്മൾ ചൂട് കാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് അങ്ങനെയല്ലേ, നമ്മൾ പെട്ടെന്നൊക്കെ വേർക്കുക. അപ്പോൾ നമ്മുടെ ഈർപ്പത്തിനെയൊക്കെ വേഗം വലിച്ചെടുക്കാനായിട്ട് കഴിയണം. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ദർ ഷുഡ് ബി എ ഇന്റർവേവ് ഗ്യാപ്പ് ടു എൻഷുവർ ഫ്ലോ ഓഫ് എയർ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ?
വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഇഴയകലം ഉണ്ടാകണം അല്ലേ. അതൊക്കെ എന്താണ് ചൂട് കാലത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ സവിശേഷതയാണ്. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഒന്ന് നമ്മൾ പറഞ്ഞു ദേ ഷുഡ് അബ്സോർബ് മോയ്സ്ചർ ക്വിക്ക്ലി, ഈർപ്പം നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വിധത്തിലായിരിക്കണം അതിൻ്റെ ഇഴയകലം ഉണ്ടാകുന്നത്. പിന്നെ നോക്കിക്കേ മക്കളെ, ലൂസ് ക്ലോത്തിങ് ഷുഡ് ബി വോൺ ദാറ്റ് ഡസ് നോട്ട് സ്റ്റിക്ക് ടു ദി സ്കിൻ, അതായത് നമ്മുടെ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കാത്ത അഴഞ്ഞ വസ്ത്രങ്ങളായിരിക്കും നമ്മൾ ധരിക്കേണ്ടതിൽ. അധികം ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും നമുക്ക് ചൂടുകാലത്ത് ധരിക്കാൻ നല്ലതല്ല അല്ലേ. ദെൻ നോക്കിക്കേ, ലൈറ്റ് കളേർഡ് ക്ലോത്ത് ദാറ്റ് റിഫ്ലക്ട് സൺലൈറ്റ് ആൻഡ് വോൺ അബ്സോർബ് ഹീറ്റിലെ, അതായത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നതും ചൂട് ആഗിരണം ചെയ്യുന്നതുമായിട്ടുള്ള ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാനായിട്ടില്ലേ. ലൈറ്റ് കളേർഡ് ക്ലോത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ചൂടുള്ള സമയത്ത് ധരിക്കാനായിട്ട്. ബ്ലാക്ക് കളർ ഡ്രസ്സൊന്നും നമ്മൾ എന്ത് ചെയ്ത് അധികം യൂസ് ചെയ്തത് അതൊക്കെ എന്ത് ചെയ്യുക ചൂട് കൂടാനായിട്ടുള്ള കാരണം കേട്ടോ. ദെൻ നോക്കിക്കേ, ഫാബ്രിക് ഷുഡ് ബി മോയ്സ്ചർ വിക്കിംഗ് ആൻഡ് ക്വിക്ക് ഡ്രൈയിങ്, അതായത് ഈർപ്പം വലിച്ചെടുക്കുന്നത് പെട്ടെന്ന് ഉണങ്ങുന്നതുമായിട്ടുള്ള തുണിത്തരങ്ങൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഹാവ് ദീസ് ഫീച്ചേഴ്സ് ദി മോസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോട്ടൺ ക്ലോത്ത്സ് ഓർ പോളിസ്റ്റർ ക്ലോത്ത്സ്, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ മക്കളെ. അതായത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചൂടുകാലത്ത് ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ സവിശേഷതകൾ. അപ്പം ഈ സവിശേഷതകൾ ഏത് തരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത്? പരുത്തി വസ്ത്രങ്ങൾക്ക് അല്ലേ, അതായത് കോട്ടൺ വസ്ത്രങ്ങൾക്കാണോ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കാണോ എന്നുള്ളതാണ് ചോദിച്ചത് കേട്ടോ. അപ്പം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് അവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നോക്കിക്കേ മക്കളെ, എന്താണ് എക്സ്പെരിമെന്റ് നോക്കിക്കേ. ഇത് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ലൈവായിട്ട് ചെയ്യൂ കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും. നോക്കിക്കേ മക്കളെ, എക്സ്പെരിമെന്റ് എന്താ എന്നുള്ളത് ടീച്ചർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നോക്കിക്കേ, ടേക്ക് എ പീസ് ഓഫ് കോട്ടൺ ആൻഡ് എ പോളിസ്റ്റർ ഫാബ്രിക് ഓഫ് ഈക്വൽ സൈസ്, ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ in 2 glasses and dip each cloth piece completely in the water. Take them out after 1 minute. Observe the quantity of water left in each glass. What did you find out? Discuss the reason എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഇവിടെ നോക്കിക്കേ, പരുത്തി തുണിയുടെയും ഒരു പോളിസ്റ്റർ തുണി കഷ്ണത്തിന്റെയും ഒരേ അളവിൽ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു കഷ്ണം പരുത്തിയും അതുപോലെ തന്നെ ഒരു കഷ്ണം പോളിസ്റ്റർ തുണിയും എന്ത് ചെയ്യുക ഒരേ വലുപ്പത്തിൽ എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരേ വലുപ്പമുള്ള 2 ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളം എടുത്തിട്ട് തുണികൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക അതിൽ മുക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം അവ പുറത്തെടുക്കൂ. ഓരോ ഗ്ലാസ്സിലെയും വെള്ളത്തിന്റെ അളവ് നിരീക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നമ്മൾ കോട്ടൺ ഫാബ്രിക് വെച്ചിട്ടുള്ള, അതായത് പരുത്തി തുണി വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം ആയിരിക്കും എന്ത് ചെയ്യുക മക്കളെ കൂടുതൽ അളവ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. കാര്യം എന്തായിരിക്കും, ആ ഒരു കോട്ടൺ ഫാബ്രിക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് വെള്ളത്തെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷെ പോളിസ്റ്റർ ഇട്ട് വെച്ച ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അളവിന് വലിയ വ്യത്യാസമൊന്നും വരില്ല അല്ലേ. അപ്പൊ അതാണ് ഒരു എക്സ്പെരിമെന്റ്. മക്കളത് ലൈവായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവിടെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. വിച്ച് ക്ലോത്ത് വിൽ ബി സ്യൂട്ടബിൾ ഫോർ റെയിനി സീസൺ, അതായത് മഴക്കാലത്ത് ഏത് തരം വസ്ത്രമായിരിക്കും അനുയോജ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും മക്കളെ? പെട്ടെന്ന് ഉണങ്ങുന്നത് അല്ലേ, അത് നമുക്കൊരു പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. ക്ലോത്ത്സ് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി അല്ലേ, പെട്ടെന്ന് ഉണങ്ങുന്ന വസ്ത്രങ്ങളാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഏതൊക്കെയാണ് മക്കളെ, ഇവിടെ നോക്കിക്കേ, ഏതൊക്കെയാണ് മഴക്കാലത്ത് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞു, ക്ലോത്ത് ദാറ്റ് ഡ്രൈ ക്വിക്ക്ലി അല്ലേ, വേഗത്തിൽ ഉണങ്ങുന്ന വസ്ത്രങ്ങൾ. പിന്നെ നോൺ വാട്ടർ അബ്സോർബന്റ്, അതായത് ജലം ആഗിരണം ചെയ്യാത്ത ഡ്രസ്സുകൾ അല്ലേ. കാരണം മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് ഓൾറെഡി നല്ല തണുത്തിട്ടൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും, നല്ല തണുപ്പായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ജലം ആഗിരണം ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പാടില്ല അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഈസി ടു ക്ലീൻ, അതായത് വൃത്തിയാക്കാൻ എളുപ്പമുള്ളത്. ദെൻ എൻഷുവേഴ്സ് ബ്രീത്തബിലിറ്റി, അതായത് നമുക്ക് ശ്വസനക്ഷമത ഉറപ്പുവരുത്തുന്ന വസ്ത്രങ്ങൾ. ദെൻ വാട്ടർ റിപ്പലന്റ് ടൈപ്പിൽ, അതായത് വെള്ളം അകറ്റുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണം എന്ത് ചെയ്യാനായിട്ട് മഴക്കാലത്ത് നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ. ഓക്കെ മക്കളെ, ഇനി നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് വാട്ടർ റിപ്ലന്റ് ഫാബ്രിക്സ് അല്ലേ, അതായത് വെള്ളത്തെ അകറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക്സ്, തുണിത്തരങ്ങളുടെ കുറച്ച് പേരുകളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒന്ന് നൈലോണ്, ദെൻ പോളിസ്റ്റർ, പിന്നെ PVC, അതായത് പോളിവിനൈൽ ക്ലോറൈഡ്, അതൊരു വാട്ടർ റെസിസ്റ്റന്റ് ഫാബ്രിക് ആണ് കേട്ടോ.
ഓക്കെ. ദെൻ പിന്നെ കോട്ടൺ വിത്ത് വാട്ടർ റിപ്ലന്റ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ നൈനൻ വിത്ത് വാട്ടർ റിപ്ലന്റ് ട്രീറ്റ്മെന്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് അത്തരത്തിൽ വെള്ളം അകറ്റുന്ന തരത്തിലുള്ള തുണിത്തരങ്ങളാണ്. അപ്പോൾ അത് മക്കൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ അറിഞ്ഞിരിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്കിനി നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, നമുക്ക് ചെറിയൊരു നോട്ട് അവിടെ തന്നിട്ടുണ്ട്. ദ ഷീപ്പ് ആൻഡ് ദി പോളാർ ബെയർ that lives in colder climates have a thick coat of fur that help them to survive the cold. For penguins, their feathers protect them from the cold. The layer of fat under the skin of creatures found in such areas also protect them from the cold എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ ചെമ്മരിയാട്, അതുപോലെ തന്നെ ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമാവരണമാണ് ഉള്ളത്. പെൻഗിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിന്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഈ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ജീവികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, നല്ല രീതിയിൽ അവർക്ക് ആ തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള കട്ടിയുള്ള രോമങ്ങളൊക്കെ ഉണ്ട് അല്ലേ. നമുക്കൊക്കെ അറിയാം, പെൻഗ്വിന്, അതുപോലെ തന്നെ ഹിമക്കരടി, ചെമ്മരിയാടിലെ ഷീപ്പിനൊക്കെ അത്തരത്തിലുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം അതിനെ കുറിച്ചിട്ടാണ് മക്കൾക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമ്മളും തണുപ്പുകാലനായാൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങളിലെ നമുക്ക് തണുപ്പ് അധികം ഏൽക്കാത്ത രീതിയിൽ, അതായത് നമ്മുടെ ശരീരം എപ്പോഴും ഒരു ചൂടോട് കൂടി നിൽക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഡ്രസ്സുകളൊക്കെയാണ് തിരഞ്ഞെടുക്കാറ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചർ എന്ത് ചെയ്യാം, ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് EVS-ഉമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടുകൾ കൂടി ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം മക്കള്, നമ്മൾ ഇന്ന് ഇത്രയും എടുത്തിട്ടുള്ള ഭാഗത്തുള്ള നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതോടൊപ്പം തന്നെ ടീച്ചർ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിരുന്ന വീഡിയോ ഒക്കെ മക്കൾ അത് കാണാം, എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാവരും ഗ്രൂപ്പിൽ പറയാം, നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. നോട്ട്സ് ടീച്ചർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.